അതിൽ ഒട്ടും അതിശയമുണ്ടാവില്ല. അത്രമേൽ നമ്മുടെ നാടിൻ്റെ ചരിത്രവും സംസ്കാരവും വിശ്വസന്ദേശങ്ങളുമായി ഇഴചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. സുഹൃത്തുക്കളെ, വിശ്വസന്ദേശങ്ങൾ നാമത്തിലുള്ള ഈ കൂട്ടായ്മ നമുക്ക് ഈ സന്ദർഭത്തിൽ വിശ്വസന്ദേശങ്ങളെ കുറിച്ച് 2 വാക്ക് സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആരാണ് വിശ്വസന്ദേശങ്ങൾ? സഭയിൽ അവർക്കുള്ള സ്ഥാനം എന്താണ്? ചരിത്രം അവരെ കുറിച്ച് എന്തു പറയുന്നു? ഞാൻ ഈ പറയുന്നത് മുഖ്യമായും കോതമംഗലൂർ ഇടവക്കാരായുള്ള ആളുകളെ ഉദ്ദേശിച്ചല്ല, മറിച്ച് കേരളത്തിന്റെ വിവിധ ദേശങ്ങളിൽ നിന്ന് നമ്മുടെ ഇടവകയിലേക്ക് വിവാഹം കഴിച്ചും അല്ലാതെയുമായി വന്നിട്ടുള്ള വ്യക്തികൾ, അതുപോലെ ഈ യൂറോപ്പിൽ വളർന്നു വരുന്ന പുതിയ തലമുറയിലെ നമ്മുടെ കുഞ്ഞുങ്ങൾ, അവർ നമ്മുടെ പാരമ്പര്യം അറിയേണ്ടതുണ്ട്. കന്യശന്മാർ ആരാണെന്നും അവരുടെ പ്രസക്തി എന്താണെന്നും അവർ വളർന്ന് നമ്മുടെ തനിമയിൽ വളർന്ന് വലിയവരാകുന്നുണ്ട്. അതിനാലാണ് പ്രിയപ്പെട്ടവരെ, 2-ാം നൂറ്റാണ്ടിന്റെ മധ്യകാലഘട്ടത്തിൽ ഇറ്റലിയിലെ മിലാൻ എന്ന ദേശത്ത് ജീവിച്ചു വളർന്ന 2 ഇരട്ട കുട്ടികളാണ് ഗർഭാസിസും പ്രോത്താസിസും അഥവാ കന്യശന്മാർ. ഇവരുടെ മാതാപിതാക്കൾ വിശുദ്ധരായ വിറ്റാലിയസും വലേറിയയും യേശു ക്രിസ്തുവിനോടുള്ള അചഞ്ചലമായ സ്നേഹത്തെ പ്രതി ജീവത്യാഗം വരിച്ചവരാണ്. ഇവർ ജീവിച്ചിരുന്നത് റോമ ചക്രവർത്തിയുടെ കാലത്തായിരുന്നു എന്ന് ചരിത്രത്തിൽ നിന്നും നമ്മൾ വായിച്ചറിയുന്നു. റോമ ചക്രവർത്തി തികഞ്ഞ ഒരു ക്രിസ്തുമത വിരോധിയും ക്രിസ്ത്യാനികളെ നിരന്തരം പീഡിപ്പിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തിയിരുന്ന ഒരു വ്യക്തിയുമായിരുന്നു എന്ന് ചരിത്രം പറയുന്നു. റോമ ചക്രവർത്തിയും അദ്ദേഹത്തിന്റെ പടയാളികളും നിരന്തരം ഈ ഇരട്ട കുട്ടികളെ കന്യശന്മാരെ ക്രിസ്തുമതം ഉപേക്ഷിക്കുവാനും അന്യദേവന്മാരെ ആരാധിക്കുവാനും നിരന്തരം പ്രേരിപ്പിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അതിനൊന്നിനും വഴങ്ങാതെ തങ്ങളുടെ മാതാപിതാക്കൾ കാട്ടിത്തുന്ന മാർഗത്തിലൂടെ മാത്രമേ ഞങ്ങൾ പോവുകയുള്ളൂ എന്നും ജീവൻ കൊടുക്കേണ്ടി വന്നാലും യേശു ക്രിസ്തുവിനെ ഞങ്ങൾ കൈവിടുകയില്ലെന്നും ഉള്ള ഉറച്ച വിശ്വാസത്തിൽ വളർന്ന കന്യശകളെ റോമ ചക്രവർത്തിയും അദ്ദേഹത്തിന്റെ പടയാളികളും കൂടി നിർബന്ധമായി പിടിച്ച് ശിരസിൽ ഛേദിച്ച് കൊലപ്പെടുത്തിയതായി ചരിത്രം വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ സംഭവം നടന്നത് 2-ാം നൂറ്റാണ്ടിന്റെ മധ്യകാലഘട്ടത്തിലാണ്. എന്നാൽ ഏതാനും നൂറ്റാണ്ടുകൾ, ഏകദേശം 1.5 നൂറ്റാണ്ട് കാലത്തോളം, 4-ാം നൂറ്റാണ്ടിന്റെ ആദ്യം വരെ ഈ സംഭവം ചരിത്രത്തിന്റെ ഏടുകളിൽ മറഞ്ഞുപോയി. ആരും ഇതിനെക്കുറിച്ച് പറഞ്ഞതുമില്ല, അറിഞ്ഞതുമില്ല. എന്നാൽ 4-ാം നൂറ്റാണ്ടിന്റെ ആദ്യ കാലഘട്ടത്തിൽ അന്നത്തെ മിലാൻ മെത്രാനായിരുന്ന വിശുദ്ധ അംബ്രോസ് കന്യശകളെ കുറിച്ച് കേട്ടറിയുകയും അദ്ദേഹം ഈ കുട്ടികളുടെ ഭൗതിക ശരീരത്തെ കുറിച്ച് അന്വേഷിക്കുകയും ചെയ്തു നടന്ന ഒരു കാലഘട്ടത്തിൽ ദൈവം അദ്ദേഹത്തിന് ഒരു വെളിപാടിലൂടെ വെളിപ്പെടുത്തി കൊടുത്തു. ഇന്ന സ്ഥലത്ത് ഇത്രയടി ആഴത്തിൽ 2 പിഞ്ചു കുഞ്ഞുങ്ങളുടെ ഭൗതിക ശരീരം ശിരസ് വേർപെട്ട നിലയിലും രക്തക്കണങ്ങളോടും കൂടി കിടക്കുന്നു എന്ന് വെളിപ്പെടുത്തി കൊടുത്തു. തട്ടുകാരൻ വിശുദ്ധ അംബ്രോസും അദ്ദേഹത്തിന്റെ കൂടെ ഒരു സംഘം ആളുകളും നിർദ്ദിഷ്ട സ്ഥലം ആഴത്തിൽ കുഴിക്കുകയും വെളിപാടിൽ പറഞ്ഞതുപോലെ 2 ബാലന്റെ ഭൗതിക ശരീരം ശിരസ് വേർപെട്ട നിലയിലും രക്തക്കണങ്ങളോടുകൂടിയും എന്നാൽ ഭൗതിക ശരീരം വ്യക്തമായി തിരിച്ചറിയത്തക്ക രീതിയിലും അവർക്ക് അവിടെ കാണുവാൻ സാധിച്ചു. ഈ 2 കുട്ടികളുടെ ഭൗതിക ശരീരം അവിടെ നിന്നും അവർ തൊട്ടടുത്തുള്ള ഒരു ബസിലിക്കയിലേക്ക് പ്രദക്ഷിണമായി കൊണ്ടുപോയി. ഈ പ്രദക്ഷിണമായി പോയ സമയത്ത് അവിടെ നിരവധിയായ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചു. വിശുദ്ധ അംബ്രോസിന്റെ ദേവാലയത്തിന്റെ പ്രധാന അൾത്താരയുടെ അടിഭാഗത്ത് ഇന്നും വിശുദ്ധ കന്യശകളുടെ ഭൗതിക ശരീരം അതിഭദ്രമാക്കി ചില്ലിട്ട് സൂക്ഷിച്ചിരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അവിടെ നിന്നുമാണ് വിശുദ്ധ കന്യശകളുടെ ഭൗതിക ശരീരത്തിന്റെ ഭാഗങ്ങൾ നമ്മുടെ ഇടവകയ്ക്ക് ലഭിക്കുന്നത്. 1997 അന്നത്തെ നമ്മുടെ പാലാ രൂപത ബിഷപ്പായിരുന്ന
ജോസഫ് പള്ളിക്കാപ്പറമ്പിന്റെ നേതൃത്വത്തിലാണ് വിശുദ്ധ കന്ദീശങ്ങളുടെ ഭൗതിക ശരീരത്തിന്റെ ഭാഗങ്ങൾ നമ്മുടെ ദേവാലയത്തിൽ കോതമംഗലം പള്ളിയിൽ സ്ഥാപിച്ചിരിക്കുന്നത്. നൂറ്റാണ്ടുകളായി നാളുകളായി തുടർന്നു വന്ന നമ്മൾ ആവർത്തിച്ചു വന്ന നമ്മുടെ വിശ്വാസ പ്രമാണങ്ങൾക്ക് ഈ സംഭവം ഒരിക്കൽ കൂടി ശക്തി പകർന്നു, ഊർജം പകർന്നു എന്നുള്ളതാണ് സത്യം. നമുക്കറിയാം സുഹൃത്തുക്കളെ, കോതമംഗലത്തിനെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ള ജനങ്ങൾ ജാതി മതഭേദം തന്നെ എല്ലാവരും വിശുദ്ധ കന്ദീശനോട് പ്രാർത്ഥിക്കുകയും ഈ വിശുദ്ധരെ മധ്യസ്ഥം തേടുകയും ചെയ്യാറുണ്ട്. നിരവധിയായ അനവധിയായ അത്ഭുതങ്ങൾ അവിടെ സംഭവിക്കുന്നുള്ളതായി ഒത്തിരി പേർ നമ്മുടെ പള്ളിയിൽ വന്ന് പറയുന്നുമുണ്ട്. ഇന്ന് കേരളത്തിൽ 3 ദേവാലയങ്ങളാണ് വിശുദ്ധ കന്ദീശങ്ങളുടെ നാമധേയത്തിൽ ഉള്ളത്. ഒന്ന് ഉദയംപേരൂർ, 2 അകപ്പറമ്പ്, 3 കോതമംഗലൂർ നമ്മുടെ സ്വന്തം പള്ളി. ഈ 3 ദേവാലയങ്ങളിൽ ഒരു തീർത്ഥാടന കേന്ദ്രമെന്ന നിലയിലും ഒപ്പം സമൂഹത്തിലെ എല്ലാ ജനങ്ങളും വന്ന് ആരാധിക്കുന്ന ഒരു സ്ഥലമെന്ന രീതിയിലും നമ്മുടെ പള്ളിക്ക് കേരള കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ അതിപ്രധാനമായ ഒരു സ്ഥാനമാണുള്ളത്. ഒരിക്കൽ കൂടി ഇവിടെ വന്ന എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നിങ്ങളെല്ലാവരും ചിന്തിച്ച് കാണും, നമ്മളുടെ 1-ാം കോതമംഗലൂർ സംഗമം വളരെ ഗംഭീരമായി, വളരെ മഹത്തായി തുടങ്ങി. അതിനെക്കുറിച്ച് വെൽക്കം സ്പീച്ചിൻ്റെ അകത്ത് ഒരു വാക്ക് പോലും സൂചിപ്പിച്ചില്ല. എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുള്ളവരുണ്ടാവും, ഇല്ലേ? എന്തുകൊണ്ട് അവരെ വിട്ടുപോയി? കഴിഞ്ഞ ഓർഗനൈസേഴ്സിനെ മറന്നുപോയോ? ഇത് തുടങ്ങി വെച്ചവരെ കാര്യം ഉപേക്ഷിച്ചോ എന്നുള്ള അവരെക്കുറിച്ച് അങ്ങനെ 1-2 വാക്കുകളിൽ ഒതുക്കാൻ സാധിക്കാത്തത് കൊണ്ട് അവർ ചെയ്ത ആ മഹത്തായ തുടക്കം, 1-ാം കോതമംഗലൂർ സംഗമം എന്ന ചരിത്രപരമായ വിജയം, അത് നമ്മൾ അർഹിക്കുന്ന പരിഗണനയോടുകൂടി അവരെ ആദരിക്കുക, അതൊരു ചടങ്ങാക്കി മാറ്റുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അത് അടുത്ത ഒരു പ്രോഗ്രാമായിട്ട് തന്നെ നമ്മൾ ചെയ്യുന്നത്. 2010 ജൂൺ 19, അതായത് വിശുദ്ധ കന്ദീശങ്ങളുടെ തിരുനാളിൻ്റെ അന്ന് തന്നെ നമുക്ക് നമ്മുടെ ചരിത്രപരമായ കോതമംഗലൂർ സംഗമം തുടങ്ങി വെക്കാൻ സാധിച്ചു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 1-ാം കോതമംഗലൂർ സംഗമത്തിന്റെ വിജയത്തിനായി പ്രവർത്തിച്ച വ്യക്തികളെ ഈ അവസരത്തിൽ എല്ലാവർക്കും ഒന്നുകൂടി പരിചയപ്പെടുത്തുന്നതും, കഴിഞ്ഞ വർഷം പങ്കെടുക്കാത്തവർ ഇപ്രാവശ്യമുണ്ട് അവർക്ക് ഒന്ന് പരിചയപ്പെടുത്തുന്നതും അവരോടുള്ള നന്ദി പ്രകടിപ്പിക്കുന്നതും വളരെ ഉചിതമാണ്. അത് നമ്മളുടെ കർത്തവ്യവും കടമയുമാണ്. അതുകൊണ്ട് 1-ാം കോതമംഗലൂർ സംഗമത്തിന്റെ സംഘാടകരായ മിസ്റ്റർ ചാർക്കോ തെക്കേപ്പറമ്പിൽ, മിസ്റ്റർ ജോഷി മഞ്ഞപ്പള്ളി തൊട്ടിയിൽ, മിസ്റ്റർ ലിജോ പതച്ചുടലയിൽ, മിസ്റ്റർ മനോജ് പ്ലാവുവച്ചതിൽ, മിസ്റ്റർ പോപ്പി തെക്കേപ്പറമ്പിൽ, മിസ്റ്റർ സജി ഞാനിൽ, മിസ്സിസ് ഷൈനി ആൻഡ് മിസ്റ്റർ സാബു പ്ലാലാവേലിൽ, മിസ്റ്റർ റൺസ്മോൻ നാട്ടുവഴിപ്പറമ്പിൽ, ഇവരെ ഞാൻ ഈ വേദിയിലേക്ക് വളരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്ലീസ് കം ഫോർവേഡ്. സജി ഞാനിൽ പതിനായിരുന്നു പറ്റില്ല എന്നോട് സൂചിപ്പിച്ചിരുന്നു.
എൻ്റെ ഓർമ്മയിൽ വരുന്നത്. ഞാനത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. Things do not happen. Things are made to happen. ഞാൻ നമ്മളോട് പറയാം. Things do not happen. Things are made to happen. ജോൺ എഫ് കെന്നഡിയുടെ ഈ വാക്കുകൾ നമ്മുടെ ഒന്നാം കോതല്ലൂർ സംഗമത്തിന്റെ കാര്യത്തിലും വളരെ അർത്ഥവത്തായിരുന്നു. കുറെ നാളുകളായിട്ട് മനസ്സ് നിറയെ കോതല്ലൂർ സംഗമം എന്ന ആഗ്രഹവും ആശയവും അഭിലാഷവുമായിട്ട് അതിനെക്കുറിച്ചുള്ള സ്വപ്നങ്ങളുമായിട്ട് നടക്കുകയായിരുന്നു നമ്മളുടെ മുമ്പിൽ നിൽക്കുന്ന ഈ ചെറുപ്പക്കാരായ യുവതി യുവാക്കൾ. അവരുടെ സ്വപ്നങ്ങൾക്ക് നിറം പകരാൻ ഈ വേദിയിൽ നിൽക്കുന്ന ചെറുപ്പക്കാരായ യുവതി യുവാക്കളുടെ പരിശ്രമത്തിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും നിശ്ചയദാർഢ്യത്തിൻ്റെയും ഫലമായിട്ടാണ് കഴിഞ്ഞ വർഷം ജൂൺ 19 കന്തീശങ്ങളുടെ തിരുനാളിൻ്റെ അന്ന് തന്നെ ചരിത്ര പ്രസിദ്ധമായ ഒന്നാം കോതല്ലൂർ സംഗമത്തിന് നോട്ടിംഗ്ഹാമിൽ നമുക്ക് സാക്ഷികളാവാൻ സാധിച്ചത്. ഇവർക്ക് വേണ്ടി ഈ ഒന്നാം കോതല്ലൂർ സംഗമം വിജയകരമാക്കി തീർത്ത ഇവർക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഇപ്പൊ ഇവിടെ നമ്മൾ കൂടിയിരിക്കുന്നു, നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നമ്മളൊന്നും ചെയ്യണ്ട. ദയവായിട്ട് ആദരപൂർവ്വം എഴുന്നേറ്റ് നിന്ന് നമുക്കൊരു ഗംഭീര കൈയടി കൊടുത്ത് അവർക്കുള്ള നന്ദി പ്രകടിപ്പിക്കാം. പ്ലീസ് സ്റ്റാൻഡ്. എല്ലാവർക്കും കൈയടിച്ചവിടെ അവർ ചെയ്ത ആ തുടക്കമിട്ട ഒന്നാം കോതല്ലൂർ സംഗമം മുന്നോട്ട് വന്ന് വിജയകരമായി കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് അവരോടൊപ്പം ചെയ്യാം. നിങ്ങൾ തുടങ്ങി വെച്ച ഈ പരിപാടികൾക്ക് എന്നും നിങ്ങളുടെ കണ്ണും കാതും ഉണ്ടായിരിക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. അതുപോലെ മുന്നോട്ട് എല്ലാവരെയും കോർത്തിണക്കി കൂട്ടിയിണക്കി സഹകരണത്തോടും ഐക്യത്തോടും യോജിപ്പോടും കൂടി വളരെ ശക്തമായ രീതിയിൽ നമുക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഇനിയും ഉണ്ടാകണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. സ്നേഹം നിറഞ്ഞ കോതല്ലൂർ നിവാസികളെ, നമ്മുടെ ഈ രണ്ടാമത്തെ സംഗമത്തിൽ ഇത്രയും ഭംഗിയായിട്ട് നടത്തുവാനും ഞങ്ങളെ കുറേ ആൾക്കാരെ ഇതിന് സ്റ്റേജിൽ കയറ്റി ഇതുപോലെ ആദരിക്കാനും മനസ്സ് കാണിച്ച അല്ലെങ്കിൽ തയ്യാറായ ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളെ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും നമ്മുടെ ഈ കോതല്ലൂർ സംഗമത്തിന് നേരുന്നു. കഴിഞ്ഞ വർഷത്തെ കോതല്ലൂർ സംഗമം തുടക്കം കുറിച്ച അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. ഇനി ഈ പ്രോഗ്രാം എത്ര വർഷം മുന്നോട്ട് പോയാലും ചരിത്രം ഇവരുടെ പേരായിരിക്കും കുറിക്കുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സുഹൃത്തുക്കളെ, അടുത്തതായി ഒരു ക്ലാസിക്കൽ ഡാൻസാണ്. കഴിഞ്ഞ 5 വർഷമായി UK ഭരതനാട്യവും ക്ലാസിക്കൽ ഡാൻസും ഒക്കെ അഭ്യസിക്കുന്ന ഒരു കൊച്ചു മിടുക്കിയെ അലീഷ തോമസ് കടുവാക്കുരിയെ ഞാൻ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വാച്ച് ഇറ്റ് ആൻഡ് എൻജോയ് ഇറ്റ്.